ആകാശ്ദീപ് മക്കളെ ഫോളോ ഓൺ കഴിഞ്ഞ് വെരി നെക്സ്റ്റ് പോലെ ഒരു പടുകൂറ്റൻ സിക്സാണ് കമ്മിൻസിനെ അടിച്ചു പൊക്കിയേക്കുന്നത്. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വിരാട് കോഹ്ലി വരെ പുറത്തിറങ്ങി മാനത്തോട്ട് നോക്കിയിരിക്കുന്നത് എത്ര ഉയരത്തിലാണ് സിക്സ് പോയിരുന്നത്. ദ വൺ ആൻഡ് ഓൺലി ആകാശ്ദീപ് ഉറങ്ങിക്കിടന്ന ഇന്ത്യൻ ടീമിനെ മുഴുവൻ ഒരൊറ്റ സിക്സിലൂടെ ഉണർത്തിയിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. അങ്ങനെ ഡേയ്സ് 4 സ്റ്റംപ് എടുക്കുമ്പോൾ 193 റൺസിൻ്റെയും കൂടെ പിറകിലാണ് ഇന്ത്യ. ഇനി ഒരു ദിവസമൂടെ ബാക്കിയുണ്ട്. ഒരു ദിവസത്തിൽ എന്തെങ്കിലും നടക്കുമോ? എന്തായാലും ഇന്ത്യ തോക്കത്തിൽ നിന്ന് ഉറപ്പായി. മാച്ച് ടൈ ആണ്. ഇനി 2 ടെസ്റ്റുകളുണ്ട്. നമ്മൾ WTC ഫൈനലിൽ കയറാൻ വേണ്ടി ഇന്ത്യക്ക് ആ 2 ടെസ്റ്റ് എന്തായാലും ജയിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ടെസ്റ്റ് സീരീസിൽ നമ്മുടെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഡിഫെൻസീവായിട്ടുള്ളൊരു ക്യാപ്റ്റൻസിയാണ് ഇപ്പം രോഹിത് ശർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എതിർ ടീമായ ഓസ്ട്രേലിയയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റാക്കിംഗ് ആണ്. അങ്ങനെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു എതിർ ടീമിനെതിരെ കളിയുമ്പോൾ ഡിഫെൻസീവ് മെത്തേഡാണോ സ്വീകരിക്കേണ്ടത് എനിക്കറിയത്തില്ല. ഒരു അറ്റാക്കിംഗ് ആറ്റിറ്റ്യൂഡുള്ള ഒരു എതിർ ടീമിനെതിരെ കളിക്കുമ്പോൾ നമ്മളും അത്ര മാക്സിമം അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിൽ ഇന്ത്യൻ ടീം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഡിഫെൻസീവായി പോവുകയാണ്. അങ്ങനെ ചെയ്താൽ ഓസ്ട്രേലിയക്കാരെ അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക, മാക്സിമം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 2 ടെസ്റ്റ് മാച്ചിൽ നമുക്കിനി ചെയ്യാനുള്ള ഏക വഴി. ട്രാവിസ് ഹെഡ് നമുക്കൊരു തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ മാത്രമേ ട്രാവിസ് ഹെഡ് കളിക്കുന്നുള്ളൂ. വേറെ ഒരു ടീമിനെതിരെയും ഹെഡ് കളിക്കുന്നില്ല. ഇന്ത്യക്കെതിരെ വരുമ്പോൾ ട്രാവിസ് ഹെഡ് എല്ലാ കളിയിലും സെഞ്ചുറിയാണ്. അങ്ങനെ നമ്മുടെ ടീമിനെതിരെ മാത്രം കളിക്കുന്ന ഒരു പ്ലെയറിനെതിരെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനും ഇല്ലാണ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നത്. അത് എന്ത് ക്യാപ്റ്റൻസിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗൈസ്, നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഇനിയുള്ള 2 മാച്ചിലും ഇന്ത്യ ജയിക്കുകയില്ലേ? താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഡു സപ്പോർട്ട് ഇന്ത്യ. നമ്മുടെ പിള്ളേരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.